ഹരേ കൃഷ്ണ. നിരന്തരം നമ്മുടെ ജീവിതത്തിൽ ഒരുപാടധികം പേര് വന്നു പോയിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പോൾ ഈ ഇത്തരം ആൾക്കാരിൽ ഒരു കൂട്ടം ആൾക്കാർ നമ്മളെയും നമ്മുടെ കഴിവുകളെയും ഒന്നും അംഗീകരിക്കാതെ നിരന്തരം നമ്മളെ എന്നും നിരുത്സാഹപ്പെടുത്തി മാത്രം ഇരിക്കുന്ന വ്യക്തികൾ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആത്യന്തികമായിട്ട് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇത്തരം വ്യക്തികളിൽ നിന്ന് ഏറ്റവും വലിയ അകലം പാലിക്കുക എന്നതാണ്. ഇതിന് ഉത്തമ ഉദാഹരണം നമുക്ക് നമ്മുടെ ഇതിഹാസമായ മഹാഭാരതത്തിൽ നിന്ന് ശേഖരിക്കാൻ സാധിക്കും. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ കർണന്റെ തേരാളിയായി വരുന്നത് ശാല്യർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം മാധുരി ദേവിയുടെ, അതായത് കുന്തി ദേവിയുടെ കൂടെ തന്നെ പാണ്ഡു മഹാരാജാവിന്റെ മറ്റൊരു ഭാര്യയായിട്ടുള്ള മാധുരി ദേവിയുടെ സഹോദരനാണ് ശാല്യർ എന്ന് പറയുന്നത്. ആ ശാല്യർ നിരന്തരം കർണനെ നിരുത്സാഹപ്പെടുത്തുകയും കർണന്റെ കഴിവുകളെ കുറ്റപ്പെടുത്തി കാണിക്കുകയും കർണന് ഒരു പ്രചോദനം നൽകാതെയാണ് യുദ്ധത്തിലുടനീളം ഉണ്ടായിരുന്നത്. മാത്രമല്ല യുദ്ധത്തിന്റെ അവസാനം കർണന്റെ രഥം മണ്ണിലേക്ക് കുഴിഞ്ഞു പോയപ്പോൾ ശാല്യര് ഒരിക്കലും കർണനെ ഒന്ന് സഹായിച്ചത് പോലും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയായിരുന്നു യുദ്ധത്തിലുടനീളം ശാല്യരുടെ പെരുമാറ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധത്തിലുടനീളം കർണന് ശാല്യരെ കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കർണൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് ശാല്യരെ പോലുള്ള ഒരു വ്യക്തിയെ അദ്ദേഹത്തിന്റെ തേരാളിയാക്കി എന്നതാണ്. അപ്പോൾ ഇത്തരം തെറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും പാലിക്കാതിരിക്കുക. ഇത്തരം രീതിയിലുള്ള വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവരുമായി വലിയൊരു അകലം പാലിച്ചോളും. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഹരേ കൃഷ്ണ.